മഹാന്മാരിൽ അഗ്രഗണ്യൻ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരിയാകുന്നു. അദ്ദേഹം ഹദീസിൽ ഏറ്റവും അധികം പ്രാവീണ്യം നേടിയ മാന്യനും വിശ്വസ്തനും സൂക്ഷ്മതയുള്ളവരുമായ നിവേദകന്മാരെ തിരിച്ചറിഞ്ഞതിൽ പ്രത്യേക വൈദഗ്ധ്യമുള്ള ചരിത്രകാരനുമായിരുന്നു. മുസ്ലിം ലോകത്ത് മുഴുവൻ സ്തുതിപ്പെട്ടിരിക്കുന്ന സഹീഹ് ബുഖാരി ഇദ്ദേഹം രചിച്ചതത്രേ. ഈ കിതാബിൽ സനദോടുകൂടി നിവേദനം ചെയ്ത ഹദീസുകൾ മുസ്ലിം പണ്ഡിതന്മാർ ചോദ്യം ചെയ്യാതെ സ്വീകരിച്ചു വരാറുണ്ട്. 950 അൽമനാർ. ഇനി ഷേഖ് മുഹമ്മദ് മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് കേന്ദ്രമിറക്കിയ പുസ്തകം. പരിശുദ്ധ ഖുർആന് ശേഷം ഏറ്റവും മഹത്തായ കിതാബാണ് സഹീഹ് ബുഖാരി. 6 ലക്ഷം ഹദീസുകളിൽ നിന്നാണ് കിതാബിലെ ഹദീസുകൾ തെരഞ്ഞെടുത്തത്. അതിലെ മുസ്നദായ സനദോടുകൂടി പറഞ്ഞ ഹദീസുകളെല്ലാം സ്വഹീഹും ലക്ഷ്യത്തിന് പറ്റുന്നതുമാകുന്നു. ഇത് ഷേഖ് മുഹമ്മദ് മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി. ഇനി സഹീഹ് ബുഖാരിയെ സംബന്ധിച്ച് വീണ്ടും അൽമനാറിൽ 994 അൽമനാർ. ആ 994 അൽമനാറിൽ 958 മിഷ്കാത്തുൽ ഹുദയിൽ ഷേഖ് മുഹമ്മദ് മൗലവി എഴുതിയ ലേഖനം ഇതിൽ എടുത്തു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം അതിൽ പറയാണ്, സഹീഹ് ബുഖാരിയും സഹീഹ് മുസ്ലിമും സനദോടുകൂടി കൊണ്ടുവന്ന ഹദീസുകളെല്ലാം സ്വീകരിക്കപ്പെടുന്നതാകുന്നു. തെളിവിന് പറ്റാത്ത യാതൊരു ഹദീസും അവ രണ്ടിലും സനദോടുകൂടി കൊണ്ടുവന്നിട്ടില്ല. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട്. ഇനി ദാറഖുത്തിനെ വിമർശിച്ചെന്ന് പറഞ്ഞല്ലോ, ആ വിമർശനത്തിന് ഷേഖ് മുഹമ്മദ് മൗലവി മറുപടിയുണ്ട്. ഈ ഉദാഹരണങ്ങളിൽ നിന്ന് ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടർമാരെ സംബന്ധിച്ച ആക്ഷേപത്തിന്റെ നില നല്ലതുപോലെ വ്യക്തമാകുകയാണ്. എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടേണ്ടതല്ല. ഇനി ബുഖാരിയും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആധുനികർ ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നിലപാടെന്താണ്? അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷ നിങ്ങൾ എടുത്തും പരിശോധിച്ചാണ്. അതിന്റെ 2-ാം പാഠ്യം സൂറത്തുൽ ഇസ്രാഉം സൂറത്തുൽ ഫുർഖാനും. അതിന്റെ 995 പേജിലും 1265 പേജിലും പ്രവാചകന് സിഹ്ർ ബാധിച്ചു എന്ന ഹദീസ് അത് ഖുർആനെതിരാണ് എന്ന് CN അഹമ്മദ് മൗലവി പറഞ്ഞപ്പോൾ CNന് മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദമായി കൊണ്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഒഴിവാക്കാണ്. ആ ഭാഗം നിങ്ങൾ വായിക്കണം. പിന്നെ ഒരൊറ്റ വാക്കുകൂടി പറഞ്ഞുകൊണ്ട് തന്നെ അവസാനിപ്പിക്കട്ടെ. ഇവിടെ വ്യാപകമായി കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഷേഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം സഹീഹ് ബുഖാരിയിലെ ഹദീസുകളെ വിമർശിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ആധുനികരായ മറ്റുള്ള ആളുകളൊക്കെ വിമർശിച്ചിട്ടുണ്ടല്ലോ. എന്താണ് അതിനെ സംബന്ധിച്ച് മിണ്ടാത്തത്? അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഷേഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഹദീസ് രംഗത്തെ ഈ ആധുനിക ലോകത്തെ മഹാപണ്ഡിതനാണ്, സംശയമില്ല. ഒരു മുജദ്ദിദാണ്, സംശയമില്ല. പക്ഷേ അദ്ദേഹം സഹീഹ് ബുഖാരിയിലെ ചില ഹദീസുകളെ സംബന്ധിച്ച്, ഒരു ഹദീസിനെ സംബന്ധിച്ച് തന്റെ സിൽസിലത്തുൽ ദഈഫയിൽ അത് സഹീഹ് ബുഖാരിയിൽ ഒരു ഹദീസ് ദഈഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ തന്റെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്ത സഹീഹ് ബുഖാരിയിലെ ഹദീസുകളെ തട്ടാൻ വേണ്ടി നാസറുദ്ദീൻ അൽബാനി ഈ ഹദീസിനെ വിമർശിച്ചതാണ് പലപ്പോഴും എടുത്തുദ്ധരിക്കാറുള്ളത്. പക്ഷേ തന്റെ ഈ പ്രവർത്തനം കൊണ്ട് പിൽക്കാലത്തുള്ള ചില ഹദീസ് നിഷേധികൾ തെളിവെടുത്തേക്കാമെന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ഷേഖ് നാസറുദ്ദീൻ അൽബാനി അത് ദഈഫാണെന്ന് രേഖപ്പെടുത്തിയപ്പോൾ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. അത് വായിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഈ ഇമാം ഷേഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ദഈഫാക്കിയത് എന്താണ്? ഒരു ഹദീസ് ഇമാം ബുഖാരി 2 സനദിലൂടെ സഹീഹ് ബുഖാരിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ 2 സനദിൽ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു റാവിയുണ്ട്, ഒരു റിപ്പോർട്ടറുണ്ട്. ആ റിപ്പോർട്ടറെ സംബന്ധിച്ച് മുൻകാലക്കാരായ പല പണ്ഡിതന്മാരും ആക്ഷേപം പറഞ്ഞിട്ടുണ്ട്. ഷേഖ് നാസറുദ്ദീൻ അൽബാനി പറഞ്ഞു, അദ്ദേഹത്തെ പറ്റിയുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ ആരോപണങ്ങളിൽ നിന്ന് അദ്ദേഹം മുക്തമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഹദീസ് ദഈഫാണ് എന്ന് പറഞ്ഞ് ഷേഖ് നാസറുദ്ദീൻ അൽബാനി അദ്ദേഹം ഇല്ലാത്ത ഒരു സനദിലൂടെ വന്ന ഇതേ ഹദീസുണ്ട്. ആ ഹദീസിനെ ഷേഖ് നാസറുദ്ദീൻ അൽബാനി തന്റെ സഹീഹിൽ എടുത്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹദീസിന്റെ ടെക്സ്റ്റിനെ മത്തനെ ഒരിക്കലും ഷേഖ് നാസറുദ്ദീൻ അൽബാനി തള്ളിയിട്ടില്ല. ഒരു പരമ്പരയിൽ വന്ന ഒരു റാവിയെ മാത്രമാണ് ഷേഖ് നാസറുദ്ദീൻ അൽബാനി പറഞ്ഞ അടിസ്ഥാനത്തിൽ ആ ഹദീസ് ഗണിച്ചത്. എന്നിട്ട് ഈ ഹദീസ് അതിന്റെ വിശദീകരണത്തിൽ സിൽസിലത്തുൽ ദഈഫയിലെ 456 പേജിൽ പറയണം, വഖദ് ഖറജത ഹാദിഹി തുർഖ സ്വഹീഹ മശാഹിദിഹ ഫി സിൽസിലത്തിൽ ഹദീസ് സ്വഹീഹ. സിൽസിലത്തു സ്വഹീഹിൽ 540 ഹദീസായിക്കൊണ്ട് ഞാൻ ഈ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ഫഖദ് അതൽതുൽ കലാം അലാ ഹാദൽ ഹദീസ്. ഈ ഹദീസിനെ സംബന്ധിച്ച് ഞാൻ ഇത്രയും വിശദമായി പറയാൻ കാരണം ഈ റാവി അബ്ദുറഹ്മാൻ എന്ന റാവിയെ സംബന്ധിച്ച് ഞാൻ പറയാൻ കാരണം ദിഫാഅൻ അനിസ് സുന്ന, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിനെ സംരക്ഷിക്കുക എന്നർത്ഥത്തിലാണ്. വലിഖൈര യതഖവ്വല മുതഖവ്വിലൻ ഔ യഖൂല ഖായിലുൻ, എനിക്ക് ശേഷം ഇനി ആരും പറയരുത് മിൻ ജാഹിലിൻ ഔ ഹാസിദിൻ,
വിവരമില്ലാത്ത ജാഹിലീങ്ങൾ, അതുപോലെ തന്നെ എന്നോട് അസൂയ കാണിക്കുന്നവർ പറയരുത്. എന്ത് ഔ മുഅരിദിൻ, എന്നോട് വിമുഖത കാണിക്കുന്നവർ പറയരുത്. ഇന്നൽ അൽബാനിയെ ഖദ് തഅന ഫീ സഹീഹ് ബുഖാരി, കണ്ടോ സഹീഹ് ബുഖാരിയുടെ ഹദീസ് അൽബാനി ദഈഫാക്കിയിരിക്കുന്നു എന്ന് ജാഹിലീങ്ങളായ ആളുകൾ പറയാതിരിക്കാനാണ് ഇത്രയും ഞാനിത് വിശദീകരിച്ചത്. വദഅഫ ഹദീസഹു, കണ്ടോ സഹീഹ് ബുഖാരിന്റെ ഹദീസിനെ ഇമാം ബുഖാരി നാസിറുദ്ദീൻ അൽബാനി ദഈഫാക്കി എന്ന് പറയരുത്. ഫഖദ് തബയ്യന ലികുല്ലി ദീ ബസീറത്തിൻ, ഓരോ കണ്ണുള്ള കാഴ്ചയുള്ള ഒരു മനുഷ്യന് വ്യക്തമാകും. അനലം അഹ്കും അഖലി, ഞാൻ ഒരിക്കലും എന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടല്ല ആ ഹദീസിന് ഞാൻ നിരൂപണം നടത്തിയത്. ഔ റഈ, എന്റെ സ്വന്തം അഭിപ്രായം വെച്ചുകൊണ്ടല്ല. കമാ യഫ്അലു അഹ്ലുൽ അഹ്വാഇ ഖദീമൻ വഹദീസൻ, ഇന്നും പണ്ടുമുള്ളതുപോലെ അഹ്ലുൽ ഹവയുടെ ആളുകൾ അഥവാ അഖ്ലാനികൾ ബുഖാരിയുടെ ഹദീസിനെ വിമർശിക്കുന്നത് പോലെ അവരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. വഇന്നമാ തമസ്സക്തു ബിമാ ഖാലഹുൽ ഉലമാ ഫി ഹാദർ റാവി, ഈ റാവിയെ സംബന്ധിച്ച് ഉലമാക്കൾ പറഞ്ഞ അതേ നിലപാട് തന്നെയാണ് എനിക്കുമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ശൈഖ് നാസിറുദ്ദീൻ അൽബാനി അത്തരം വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ശൈഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നിലപാട്, അദ്ദേഹം സ്വീകരിച്ച നിലപാട് മൊത്തം മുഹദ്ദിസുകൾ സ്വീകരിച്ച നിലപാടിന് വിരുദ്ധമായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മുജ്തഹിദാണ്, അബദ്ധങ്ങൾ സംഭവിച്ചാലും അദ്ദേഹത്തിന് കൂലി ഉണ്ടാകും. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം മഹാഭൂരിപക്ഷം സ്വീകരിച്ച നിലപാട് തന്നെയായിരിക്കും ഏറ്റവും കരടീയമായിട്ടുണ്ടാകുക. അതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം എന്നതാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. ഇന്ന് കാണുന്ന രീതിയിലുള്ള വിമർശനങ്ങൾ, ബുഖാരിയിലെ ഹദീസുകൾ ബുദ്ധിക്കെതിരെ, ഖുർആനെതിരെ എന്ന വിമർശനങ്ങൾ അഹ്ലുസുന്നയിൽപ്പെട്ട പണ്ഡിതന്മാർ നടത്തിയിട്ടില്ല. അത് നടത്തിയവർ അഹ്ലുസുന്നക്ക് പുറത്തുള്ളവരാണ്. അതുകൊണ്ട് അത്തരം വിമർശനങ്ങൾ ആരെങ്കിലും നടത്തുന്ന നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ അഹ്ലുസുന്നത്തിന്റെ പാതയിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് മാത്രമാണ് ഈ വിഷയമായി സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും ആ രീതിയിൽ തന്നെ മടിയുറച്ചു നിന്ന് മരണപ്പെടുവാനും അല്ലാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, നമ്മുടെ അടുത്ത ക്ലാസ് ബഹുമാന്യനായ താജുദ്ദീൻ സലാഹി നബിചര്യ അടിസ്ഥാന പാഠങ്ങൾ എന്നതാണ് വിഷയം. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما ينطق عن الهوى إن هو إلا وحي يوحى അല്ലമഹു ശദീദുൽ ഖുവാ. വേദിയിലുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, സത്യാന്വേഷികളെ, അല്ലാഹു ഈ ഒരുമിച്ച് കൂടൽ ഒരു നന്മയായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ചില തെറ്റിദ്ധാരണകൾ നമുക്ക് സമ്മാനിക്കുന്നത് വലിയ നഷ്ടങ്ങളായിരിക്കും. അത് തെറ്റിദ്ധാരണയാണ് എന്ന് ചിലപ്പോൾ തിരിച്ചറിയാനും ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. സോഷ്യൽ മീഡിയ ഇന്നൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസം ഡൗൺലോഡ് ചെയ്ത ഒരു ക്ലിപ്പിൽ കണ്ട ഒരു കാഴ്ചയുണ്ട്. ഒരാൾ അദ്ദേഹത്തിന്റെ രോഗിണിയായ ഭാര്യയെ പിടിച്ചങ്ങനെ കുലുക്കുന്നു. ശരിക്കും പിടിച്ച് കുലുക്കിയിട്ട് അവിടെ വെച്ചു. മരുന്നിന്റെ ബോട്ടിലെടുത്ത് തുറക്കുമ്പോഴാണ് കാണുന്നത് ഷെയ്ക്ക് ബിഫോർ ഡ്രിങ്ക് എന്നാണ്. കുടിക്കണിന്റെ മുമ്പ് കുലുക്കണം എന്നാണ്. കുലിക്കേണ്ടത്, കുലുക്കിപ്പോയത് രോഗിയെയാണ്, കുലിക്കേണ്ടിരുന്നത് മരുന്നാണ്. എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് സംഭവിക്കുന്ന അബദ്ധവും വീഴ്ചയാണത്. കുത്തുബിയത്തും റാത്തീബും കൂട്ടപ്രാർത്ഥനയും ഒക്കെ നടത്തുന്ന ആളുകളെ നോക്കി അവർക്ക് അത്തരം വിഷയങ്ങളിൽ അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനും നിരീക്ഷിക്കാനും
അതിന്റെ തെളിവനുസരിച്ച് വിഷയങ്ങളെ കാണാനുമൊക്കെ നമുക്ക് കഴിയുന്നുണ്ട്. എന്നാൽ നമുക്ക് വല്ല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ടോ എന്നത് ആത്മാർത്ഥമായി യഥാർത്ഥത്തിൽ വിലയിരുത്തേണ്ടതാണ്. ഹദീസ് വിജ്ഞാനീയങ്ങളുടെ രംഗത്ത് മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് ഹദീസിന്റെ ആഴമുള്ള വൈജ്ഞാനിക ചർച്ചകളിലേക്ക് കടന്നെത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഹദീസ് സെമിനാറുകൾ കേരളത്തിലെ മുസ്ലിം ബഹുജനത്തിന് നൽകുന്ന ഏറ്റവും വലിയ തിരിച്ചറിവും തീർച്ചയായും അതുതന്നെയാണ്. ഷഹാദത്ത് കലിമയിലാണ് ഇവിടെ അബദ്ധം സംഭവിക്കുന്നത് എന്ന ബോധമാണ് യഥാർത്ഥത്തിൽ കൈമാറുന്നത്. ഇവിടെ ഹദീസ് വിജ്ഞാനീയങ്ങൾ ചില പ്രാഥമിക പാഠങ്ങൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് 6 കാര്യങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എല്ലാ പോയിന്റിലും ഈ 2 കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ എന്റെ വിഷയം പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യം, എന്താണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ? സൂറത്തുൽ ഫാത്തിഹ നമുക്ക് എങ്ങനെ മനപ്പാടുണ്ടോ അതേപോലെ മനപ്പാടമാക്കേണ്ട, അതേപോലെ പഠിച്ചു വെക്കേണ്ട കുറെ വൈജ്ഞാനിക വിഷയങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് എന്താണ് സുന്നത്ത് എന്നതിന്റെ ഉത്തരം. അഖ്വാൽ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅഫ്ആലുഹു, ഹദീസ് എന്താണെന്ന് വിശദീകരിക്കുന്ന അയിമത്തിന്റെ വാചകമാണ്. ഇവിടെ എന്താണ് ഈ വാചകം? ഞാൻ ഈ പറഞ്ഞ വാചകം നമ്മളൊന്ന് മനസ്സിരുത്തി എല്ലാവരും ഒന്ന് കേട്ടാൽ ചിലപ്പോൾ നമുക്ക് കാണാതെ തന്നെ പഠിക്കും. അഖ്വാൽ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ വാക്കുകൾ, വഅഫ്ആലുഹു, പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ, വതഖരീറാത്തുഹു, പ്രവാചകന്റെ അംഗീകാരങ്ങൾ, വസിഫാത്തുഹുൽ ഖൽഖിയ്യ വൽ ഖുൽഖിയ്യ, പ്രവാചകന്റെ എന്താ പറയാ ശരീരപ്രകൃതങ്ങൾ, സൃഷ്ടിപരമായ വിശേഷങ്ങൾ, അതേപോലെ തന്നെ സ്വഭാവ സംബന്ധമായ വിശേഷങ്ങൾ, വമാ ഹമ്മ ബിഫിഅലിഹി, പ്രവാചകൻ ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങൾ. ഇത്രയും ഏരിയ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ ഹദീസ് എന്ന് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് വാക്ക് എന്നുള്ള നിലക്ക്, മൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു യൗമൽ ഖിയാമ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ പോരായ്മകൾ മറച്ചു വെച്ചാൽ അയാളോട് പോയി ഉപദേശിച്ചു, നീ ആ ചെയ്തത് ശരിയല്ല, ബാങ്ക് പലിശക്കും ഇത്തരം കാര്യങ്ങൾക്കൊന്നും നീ പോയിക്കൂടാ എന്ന് അയാളെ ഉപദേശിച്ചു. എന്നാൽ അത് ആരോടും പറഞ്ഞില്ല, ആരോടും പ്രചരിപ്പിച്ചില്ല. അത് വാക്കുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചൊരു സുന്നത്താണ്. രണ്ടാമത്തത് പ്രവർത്തനം കൊണ്ടുള്ള സുന്നത്ത്. എന്താ? നമസ്കാരം. അപ്പോ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയുള്ളതും ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷ ഇല്ലാത്തതും ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. കാരണം എന്താ? ഫർള് നിസ്കാരങ്ങൾ മുഴുവൻ സുന്നത്താണ്. ഏതു നിലക്കുള്ള സുന്നത്ത്? അഫ്ആലിയായ സുന്നത്താണ്. അപ്പൊ ളുഹർ നിസ്കാരം സുന്നത്താണ്. ളുഹർ നിസ്കാരം ചെയ്താൽ കൂലിയുള്ളതും ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷ ഇല്ലാത്തതും അല്ലല്ലോ. അപ്പോൾ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയുള്ളതും ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷയില്ലാത്തതും എന്ന് പണ്ടെപ്പോഴോ നമ്മൾ മനസ്സിലാക്കി വെച്ച ഒരു ധാരണ യഥാർത്ഥത്തിൽ ഇവിടെ തിരുത്തുകയാണ്. അതിന് കർമ്മശാസ്ത്രത്തിൽ മുസ്തഹബ് എന്നാണ് പറയാ. മുസ്തഹബ് എന്ന പേരാണ് അതിന് ഉപയോഗിക്കുക. മൂന്നാമത്തത് എന്താ? വതഖരീറാത്തുഹു, പ്രവാചകന്റെ അംഗീകാരങ്ങൾ. ഒരു സ്ത്രീ പ്രവാചകന്റെ മുന്നിൽ വരുന്നു, ആ സ്ത്രീയോട് ചോദിക്കുന്നു, അയ്നല്ലാഹ്, അല്ലാഹ് എവിടെയാണെന്ന്. അല്ലാഹ് ഫിസ്സമ, അല്ലാഹ് പ്രപഞ്ചത്തിന്റെയും അപ്പുറത്താണ്, പ്രപഞ്ചങ്ങൾക്കുപരിയിലാണ് എന്ന് ആ സ്ത്രീ മറുപടി പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ ആ ഉത്തരം അംഗീകരിക്കുന്നു. അപ്പോൾ എന്താണ് വിശ്വാസരംഗത്തെ പ്രവാചകന്റെ ആ സുന്നത്ത്? അല്ലാഹു എവിടെയെന്ന ചോദ്യത്തിന് വിശ്വാസപരമായ അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദ അനുസരിച്ച് പ്രവാചകൻ പഠിപ്പിച്ചത് അല്ലാഹു പ്രപഞ്ചാതീതനാണ് എന്നതാണ്. ഇനി എന്താണ് പ്രവാചകന്റെ ഖൽഖിയായ സുന്നത്ത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഖൽഖിയായ വിശേഷണങ്ങൾ പ്രവാചകന്റെ ഹദീസിന്റെ പരിധിയിൽ വരും എന്ന് പറഞ്ഞാൽ, പ്രവാചകൻ വളരെ ഉയരം കൂടിയ ആളായിരുന്നില്ല, വളരെ കുറിയ മനുഷ്യനുമായിരുന്നില്ല. പ്രവാചകൻ അജ്മലുന്നാസായിരുന്നു, ജനങ്ങളിൽ ഏറ്റവും ഭംഗിയുള്ള ആളായിരുന്നു. പ്രവാചകന്റെ താടി നെഞ്ചോളം ഉണ്ടായിരുന്നു, നീണ്ടു നിന്നിരുന്നു. ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെയാണ് പ്രവാചകന്റെ എന്താ പറയാ രൂപവുമായി ബന്ധപ്പെട്ട, സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇതേപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം, അദ്ദേഹം ഒരു മുത്തക്കബ്ബിറായിരുന്നില്ല, അദ്ദേഹം വിനയമുള്ളവനായിരുന്നു. ഇതേപോലത്തെ കാര്യങ്ങൾ, ഇത്തരം വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന വിശാലമായ പ്രതലത്തെയാണ്, വിശാലമായ ഏരിയയാണ് നമ്മൾ സുന്നത്ത് എന്ന് ഇസ്ലാമിക സാങ്കേതിക ശബ്ദങ്ങളുടെ നിർവചനം അനുസരിച്ച് പറയുന്നത്. ഇനി എനിക്ക് പറയുന്ന രണ്ടാമത്തെ കാര്യം, ഈ സുന്നത്തിന്റെ സ്ഥാനം എന്താണ്? ഈ സുന്നത്തിന് മുസ്ലിം കൊടുക്കേണ്ട സ്ഥാനം എന്താണ്? പ്രമാണമാണ് എന്ന വിഷയത്തിൽ, തെളിവാണി എന്ന വിഷയത്തിൽ ഖുർആനിന് എന്ത് സ്ഥാനമാണോ ഉള്ളത് അതേ സ്ഥാനം തന്നെയാണ് ഹദീസിനും കൊടുക്കേണ്ടത്. ഖുർആനിൽ നിന്നൊരു ആയത്ത് കേൾക്കുമ്പോൾ ആ ആയത്തിന്റെ വിധി സ്വീകരിക്കാൻ ഒരു മുസ്ലിമിന്റെ മനസ്സ് എത്രത്തോളം സജ്ജമാണോ അത്രത്തോളം തന്നെ സന്നദ്ധതയും അത്രത്തോളം തന്നെ മാനസികമായ തൃപ്തിയും
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കേൾക്കുമ്പോൾ അത് സ്വീകരിക്കാൻ ഒരു മുസ്ലിമിനുണ്ടാകണം. അത് സ്വഹീഹാണ് എന്ന് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ, അത് സ്വീകാര്യതയുടെ മാനദണ്ഡങ്ങളെ പൂർത്തീകരിച്ചതാണ് എന്ന് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് മുസ്ലിം അത് സുന്നത്തല്ലേ, അത് ഹദീസല്ലേ എന്ന് ചോദിച്ചുകൂടാ എന്നതാണ് ഇസ്ലാം മുസ്ലിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്, വിശ്വാസികളെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം വിശുദ്ധ ഖുർആന്റെ പ്രയോഗം നോക്കുക നിങ്ങൾ. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസഅത് മസീറാ. വമൻ യുശാഖിഖിർ റസൂൽ, ആരെങ്കിലും പ്രവാചകനോട് ധിക്കാരം കാണിച്ചാൽ, പ്രവാചകനോട് അനുസരണക്കേട് കാണിച്ചാൽ, ആ അനുസരണക്കേട് കാണിക്കുന്നവൻ നുവല്ലിഹി മാ തവല്ല, അവനെ തിരിഞ്ഞെടുത്തേക്ക് നാം തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, അവനെ നാം നരകത്തിൽ പ്രവേശിപ്പിക്കും. ഖുർആൻ വീണ്ടും തുടരുകയാണ് മറ്റൊരായത്തിൽ. ഫലാ വറബ്ബിക, നിന്റെ രക്ഷിതാവ് തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂൻ, അവർ വിശ്വാസികളാവുകയില്ല. വലിയ വിഷയമാണ്. ഹദീസിന്റെ വിഷയത്തിലൊക്കെ ആരൊക്കെയോ കൊടുത്ത കുറെ സംഗതികളുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഒരിക്കൽ പോലും ഹദീസ് ഗ്രന്ഥങ്ങൾ മറിച്ചു നോക്കാതെ, അതിന്റെ വിജ്ഞാന ശാഖകൾ പഠന വിധേയമാക്കാതെ, ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ പ്രസംഗം കേട്ടോ, ഏതെങ്കിലും ഒരു ലഘുലേഖ കേട്ടോ, അല്ലെങ്കിൽ 5-6 കൊല്ലം ഒരു പള്ളിയിൽ നിന്ന് ഖുതുബ കേട്ടോ അഭിപ്രായം പറയുന്നവർ ഹൃദയത്തിൽ കൈവച്ച് ആലോചിക്കേണ്ടത് റബ്ബിന്റെ കലാമാണ്. ലാ യുഅ്മിനൂൻ, അവർ വിശ്വാസികളാവുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ തർക്കത്തിലിരിക്കുന്ന ഒരു വിഷയത്തിൽ നിന്നെ വിധികർത്താവാക്കുന്നത് വരെ. നിന്നെ വിധികർത്താവാക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ പോയി വിധി ചോദിക്കാൻ വകുപ്പില്ല. പിന്നെയോ പ്രവാചക തിരുമേനിയുടെ ഹദീസ് സ്ഥിരപ്പെട്ടു. എന്താ? പുരുഷൻ അവന്റെ നരച്ച രോമങ്ങൾ ഒരിക്കലും കറുപ്പ് പൂശരുത്, പ്രവാചകന്റെ വിധിയാണ്. ആ വിധി ഒരാൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അയാളുടെ വിശ്വാസത്തിന് എന്തോ തകരാറുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. 40-ൽ ചില്ലാനം ഹദീസുകളിലൂടെ ഒരു പുരുഷന്റെ വസ്ത്രം എത്തി നിൽക്കേണ്ട സ്ഥാനത്തെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. പക്ഷേ സമ്മതിക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ട്. അവന്റെ വിശ്വാസത്തിന്റെ ഏരിയയിലാണ് അവിടെ പ്രശ്നം കിടക്കുന്നത്. താടി രോമങ്ങൾ വേറൊരു രോമല്ലേ, അതിന്മേണോ ഇസ്ലാം ആരും ചോദിക്കണ്ട. അതല്ലെങ്കിൽ ഒരു മനുഷ്യൻ അയാൾ ഖുനൂത്തിന് വേണ്ടി കൈ ഉയർത്തുന്നു, പ്രവാചകൻ എന്താ പറഞ്ഞത്? സ്വല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണമെന്നാണ്. മദീന പള്ളിയിലെ 20,000-ഓളം വക്തുകളിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബഹിന് മാത്രം അങ്ങനെ കൈ ഉയർത്തിയിട്ടില്ല എങ്കിൽ ഇതിന്റെ ഹദീസുകൾ ഇത് ബിദ്അത്താണ്, മുഹ്ദസത്താണ് എന്ന ഹദീസുകൾ ഉദ്ധരിക്കപ്പെടുമ്പോൾ സ്വീകരിക്കാൻ കഴിയാത്തവർ അവരോർക്കണം എന്ത്? ലാ യുഅ്മിനൂൻ, അവർ വിശ്വാസികളാവുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ തർക്കത്തിലുള്ള വിഷയത്തിൽ അവർ നിന്നെ വിധികർത്താവാക്കുന്നതുവരെ. തീർന്നില്ല. ഖുർആന്റെ മറ്റൊരായത്ത് കൂടി നിങ്ങൾ ചേർത്ത് വെച്ചോളി. വിശ്വാസിയാണെങ്കിൽ എന്താ ചെയ്യാ? ഇന്നലെ കിട്ടിയില്ല, മിനിയാന്ന് അറിഞ്ഞില്ല, 60 കൊല്ലം എങ്ങനെ ജീവിച്ചു, അതുകൊണ്ട് വേണ്ടാന്നല്ല വിശ്വാസി ചെയ്യാ. വൈദാ സമിഉ മാ ഉൻസില ഇലർ റസൂൽ, റസൂലിലേക്ക് ഇറക്കപ്പെട്ട ഒരു വിഷയം അവർ കേട്ടാൽ അവരെന്ത് ചെയ്യും? തറാ അയ്യുനുഹും തഫീദു മിനദ് ദമഇ, അവരുടെ കണ്ണുകൾ ചാലിട്ടൊഴുകുന്നത് അങ്ങേക്ക് കാണാൻ നബിയെ. എന്നിട്ട് എന്താ അവര് പറയാ? ഇത്രയും കാലം കിട്ടിയിട്ടില്ലല്ലോ, ഏത് ഇത്ര 30 കൊല്ലം ഖുതുബ പറഞ്ഞ ഖത്തീബ് പറഞ്ഞു തന്നിട്ടില്ലല്ലോ, 2002-ൽ പുതിയത് വന്നതാണല്ലോ, 2012-ൽ ചില കുട്ടി പ്രഭാഷകർ എടുത്തുന്നയിച്ചതാണല്ലോ, അങ്ങനെയൊന്നും അവർ പറയില്ല. മറിച്ച് ആമന്നാ എന്നാണ് അവർ പറയാ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് പടച്ചോനെ ഫക്തുബിനാ മഅശാഹിദീൻ, നിന്റെ വിധിവിലക്കുകൾക്ക് സാക്ഷി നിൽക്കുന്ന കോടിക്കണക്കിന് ശുഹദാക്കളിൽ ഞങ്ങളുടെ പേര് നീ എഴുതണേ റബ്ബേ എന്ന് പറയും. കാരണം എന്താ? ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ എന്റെ രണ്ടാമത്തെ പോയിന്റ് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. എന്താ? വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുർആനും സുന്നത്തും പ്രമാണമാണ് എന്ന വിഷയത്തിൽ തുല്യമാണ്. എന്നാൽ ഇത് രണ്ടും തമ്മിൽ തീരെ വ്യത്യാസമില്ല എന്നാണോ? ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് എണ്ണാൻ പറ്റും. തെളിവാണ് എന്ന വിഷയത്തിൽ വ്യത്യാസമില്ലെന്നിരിക്കെ, പ്രമാണമാണ് എന്ന വിഷയത്തിൽ വ്യത്യാസമില്ലെന്നിരിക്കെ, ഒരു തെറ്റ് നിർത്താനും ഒരു നന്മ തുടങ്ങാനും ഖുർആനും സുന്നത്തും ഒരുപോലെ പ്രമാണമാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഖുർആനിലെ അക്ഷരങ്ങൾ, അതിന്റെ ആശയങ്ങൾ, അതിന്റെ ഹർക്കത്തുകൾ എല്ലാം റബ്ബ് സംസാരിച്ചത് അതുപോലെ കേട്ട് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിക്ക് റിപ്പോർട്ട് ചെയ്തതാണ്. എന്നാൽ ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂല് അള്ളാഹിന്റെ സഹായത്തോടു കൂടെ വാക്കുകൾ ഉച്ചരിക്കുകയും ആശയം ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്ന് കൊടുത്തതുമാണ്.
അലിഫ് ലാം മീം എന്ന് ഓതിയാൽ അലിഫിന് 10 പുണ്യം, ലാമിന് 10 പുണ്യം, മീമിന് 10 പുണ്യം, ചിലപ്പോൾ അതിലേറെ പുണ്യം, ചിലപ്പോൾ അതിൽ കുറഞ്ഞ പുണ്യം. എന്നാലോ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ എന്ന് കേവല വായനയ്ക്ക് ഒരു പക്ഷേ പുണ്യം കിട്ടിക്കൊള്ളണമെന്നില്ല, കേവല വായനയ്ക്ക് ഒരു പക്ഷേ പുണ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇങ്ങനെ വ്യത്യാസങ്ങളുണ്ടെങ്കിലും പ്രമാണമാണ് എന്ന വിഷയത്തിൽ, തെളിവാണ് എന്ന വിഷയത്തിൽ രണ്ടും തുല്യമാണ് എന്ന് നമുക്ക് പറയാം. മൂന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് 6 കാര്യങ്ങളിലെ മൂന്നാമത്തെ കാര്യം. ആ മൂന്നാമത്തെ കാര്യം 3 പോയിന്റുകൾ കൊണ്ട് ഞാൻ സമർത്ഥിക്കുകയാണ്. എന്റെ സദസ്സ് ശ്രദ്ധിക്കുക. അതെന്താ? ഖുർആൻ വഹിയാണ്, ഹദീസും വഹിയാണ്. എന്തുകൊണ്ടാ ഖുർആനും സുന്നത്തും ഒരുപോലെ പ്രമാണമാകുന്നത്? ഖുർആനും സുന്നത്തും ഒരുപോലെ പ്രമാണമാകുന്നത് ഖുർആൻ വഹിയാണ്, അഥവാ റബ്ബിന്റെ അടുത്തുനിന്നുള്ള നിർദ്ദേശമാണ്. ഇതേപോലെ ഹദീസും വഹിയാണ്, അഥവാ അടിമക്ക് നടപ്പിലാക്കാൻ ഉടമ കൊടുത്തയച്ച സന്ദേശമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് ഞാൻ സമർത്ഥിക്കുന്നത് 3 തെളിവുകൾ കൊണ്ടാണ്. ഒന്ന്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മതകാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒരിക്കലും തന്നിഷ്ടപ്രകാരം സംസാരിക്കുകയില്ലെന്നും അള്ളാഹുവിന്റെ നിർദ്ദേശമില്ലാതെ മതത്തിൽ ഒരക്ഷരം പോലും പ്രവാചക തിരുമേനി സ്വന്തമായി ഉൾപ്പെടുത്തുകയില്ലെന്നും അള്ളാഹുവിന്റെ കിതാബ് പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തു നജ്മ് നമുക്കൊക്കെ അറിയുന്ന ആയത്ത്, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ. ശക്തിമാനായ ഉന്നതനായ റബ്ബ് പഠിപ്പിച്ച കാര്യങ്ങളല്ലാതെ വമാ യൻതിഖു അനിൽ ഹവാ, സ്വന്തം ഇഷ്ടപ്രകാരം പ്രവാചക തിരുമേനി ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അത് വഹി മാത്രമാണ്, വഹിയല്ലാതെ മറ്റൊന്നും സംസാരിക്കുന്നില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ അറിയോ? പ്രവാചക തിരുമേനിയുടെ സ്വഹാബത്ത് ഈ വിശ്വാസം ഉണ്ടായിരുന്ന ആൾക്കാരാ. ഏത് വിശ്വാസം? മതമായി പ്രവാചകൻ കുറെ കാര്യങ്ങൾ പറയും, ചിലപ്പോ ദുന്യവിയായ കാര്യങ്ങളും പ്രവാചകൻ പറയും. പ്രവാചക തിരുമേനി തന്നെ അവരങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ? ഈത്തപ്പഴം വിളവെടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, പരാഗണവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ചില കാര്യങ്ങൾ അവരതേപോലെ അനുവർത്തിച്ചപ്പോ ആ വർഷത്തിൽ കൃഷിയിൽ കുറവ് വന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത് നിങ്ങളുടെ ദുനിയാവല്ലേ, അഥവാ ദുനിയാവ് റസൂലുള്ള പറയും. മതം പ്രവാചകൻ ദുനിയാവ് സ്വന്തം അഭിപ്രായ പ്രകാരം സാധാരണഗതിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ പറഞ്ഞേക്കാം. ബദറിൽ പോയി ടെന്റ് കെട്ടിയപ്പോൾ ഇത് അള്ളാന്റെ നിർദ്ദേശപ്രകാരമുള്ള സ്ഥലമാണോ നബിയെ? അതല്ല, ഇത് അങ്ങയുടെ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്ത സ്ഥലമാണോ? അപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം മതം പ്രവാചക തിരുമേനി സംസാരിക്കാറില്ല. ഈ പോയിന്റ് സമർത്ഥിക്കാൻ 2 കാര്യങ്ങൾ ഞാൻ പറയുന്നു. ഒന്നാമത്തത് എന്താ? ഖിബില മാറ്റം. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് കഅബാലയത്തിലേക്ക് ഖിബില മാറിക്കിട്ടണമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നത് ആയത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നു. ഖദ് നറാ തഖല്ലുബു വജ്ഹിക ഫിസ്സമാ വലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. നബിയെ, അങ്ങയുടെ കണ്ണ് ആകാശത്ത് കറങ്ങിത്തിരിയുന്നത്, അങ്ങയുടെ മുഖം ആകാശത്ത് കറങ്ങിത്തിരിയുന്നത് നാം കാണുന്നു. എന്താ കാരണം? കഅബാലയത്തിലേക്ക് അങ്ങേക്ക് തിരിയണം. അപ്പൊ നബിയുടെ ഇഷ്ടം എന്താ? കഅബാലയത്തിലേക്ക് തിരിയണം എന്നാ. എന്നാ സ്വന്തം ഇഷ്ടപ്രകാരം തിരിയുന്നുണ്ടോ? ഇല്ല. വഹി കാത്തു നിൽക്കുകയാണ്. ആകാശത്ത് ജിബ്രീൽ എങ്ങാനും വരുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. ജിബ്രീൽ വന്നു. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. ഇനി മുതൽ തിരിഞ്ഞോളൂ. ആ നിമിഷം മുതൽ തിരിയാണ്. അപ്പോ അത്രത്തോളം ആഗ്രഹം ഉണ്ടായിരുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം നടത്തിയിട്ടില്ല. നമ്മളൊക്കെ നാട്ടിൽ സാധാരണ പറയും, ഒരു നല്ല കാര്യമല്ലേ നടത്തിക്കൂടെ, ദിക്റല്ലേ, തസ്ബീഹല്ലേ, തഹ്ലീലല്ലേ. മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ഈ പണി ചെയ്തിട്ടില്ല. രണ്ടാമത്തെ ഒരു സംഭവം നോക്കൂ നിങ്ങൾ. മഖാമു ഇബ്രാഹിമിൽ 2 റക്അത്ത് എന്താ നബി നമുക്ക് നിസ്കരിച്ച? ഉമർ റളിയല്ലാഹു അൻഹു അഭിപ്രായം പറയാം. മഖാമു ഇബ്രാഹിം അല്ലേ? മഖാം എന്ന് പറഞ്ഞാൽ കിടക്കുന്ന സ്ഥലം എന്നല്ല, നിൽക്കുന്ന സ്ഥലം. കാമ യഖൂമു എന്നുള്ളതിന്റെ ഇസ്മു മഫ്ഊൽ, നിൽക്കുന്ന സ്ഥലം. ആ നിൽക്കുന്ന സ്ഥലത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇടപെട്ട സ്ഥലം. അവിടെ 2 റക്അത്ത് നിസ്കരിച്ചൂടെ ചോദിച്ചപ്പോ, എന്താ ഉമറെ അത്ര ചോദിക്കാന്, ഒരു നല്ല കാര്യമല്ലേ, പുണ്യകർമ്മല്ലേ, മോന് പോയി ചെയ്തോന്നല്ല, വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആയത്തിറങ്ങി, ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ മഖാമിനെ നിങ്ങൾ നമസ്കാര സ്ഥാനമായി സ്വീകരിച്ചോളൂ. ആ നിമിഷം മുതൽ സുഹൃത്തുക്കളെ, ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിലും അതാ നമസ്കാരം അനസ്യൂതം ഒരിക്കലും മുറിയാത്ത തുടർ പരമ്പരയായി നടക്കുന്നു. ഇത് നമുക്ക് എന്ത് കിട്ടി? 2 കാര്യം കിട്ടി. അള്ളാഹുവിന്റെ റസൂല് സ്വന്തം ഇഷ്ടപ്രകാരം മതം സംസാരിക്കൂല, വഹി മാത്രമേ സംസാരിക്കുകയുള്ളൂ. അതുകൊണ്ട് സുന്നത്തായി ഹദീസായി സ്ഥിരപ്പെട്ടതൊക്കെ വഹിയാണ്.
രണ്ടാമത്തതോ നമുക്ക് ഇസ്ലാമിൽ സ്വന്തമായി ഒന്നും ഉണ്ടാക്കിക്കൂടാ. ഇനി രണ്ടാമത്തെ തെളിവ് എന്താ? എനിക്കുള്ള രണ്ടാമത്തെ തെളിവ് ഹദീസ് വഹിയാണെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അല്ലാഹ് പറഞ്ഞു, മുത്ത് റസൂലുള്ളാഹി സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കൂല, അതുകൊണ്ട് ഹദീസ് വഹിയാണ് നിങ്ങൾ സ്വീകരിച്ചോളി. ഇനി റസൂലുള്ളാഹി തന്നെ പറയാണ്, അലാ ഇന്നി ഊതീതുൽ ഖുർആന വമിത്ലഹു മഅഹു, എനിക്ക് ഖുർആൻ നൽകപ്പെട്ടിട്ടുണ്ട്, അതുപോലെ വേറൊന്നും നൽകപ്പെട്ടിട്ടുണ്ട്. ഏതാണ് ആ വേറൊന്ന്? ആ വേറൊന്നാണ് ഹദീസ്, അല്ലേ? അതെങ്ങനെയാണ് ആ വേറൊന്ന് കിട്ടിയത്? അത് റസൂലുള്ളാഹി പറയാണ്, കാന ജിബ്രീലു യൻസിലു അലൈഹി ബിസ്സുന്ന, ജിബ്രീൽ സുന്നത്തും കൊണ്ട് പ്രവാചകന്റെ അരികിൽ വരാറുണ്ടായിരുന്നു. കമാ യൻസിലു അലൈഹി ബിൽ ഖുർആൻ, ഖുർആനും കൊണ്ട് ജിബ്രീൽ വന്നതുപോലെ തന്നെ. അപ്പോ ജിബ്രീൽ അലൈഹിസ്സലാമയും മുത്ത് റസൂലുള്ളാഹിയും തമ്മിലുള്ള കണ്ടുമുട്ടലുകൾ ഉണ്ടായത് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് ഖുർആനിന്റെ കൂടെ ഹദീസ് കൂടി പഠിപ്പിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാമ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി. അതുകൊണ്ട് വിശ്വാസികൾ എന്ത് മനസ്സിലാക്കണം? വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് ഫഇന്നമാ ഹറമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ ഹറമല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം നിഷിദ്ധമാക്കിയാൽ അത് അല്ലാഹു നിഷിദ്ധമാക്കിയതുപോലെയാണ്. അത് ഹദീസല്ലേ എന്നൊരു ചിന്തക്ക് അവിടെ പ്രസക്തിയില്ല. ആ ചിന്ത മനസ്സിലുള്ള രോഗമാണ്, ആ രോഗം ചികിത്സിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ അവര് വിശ്വാസികളാവുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, നിങ്ങൾക്കിടയിൽ തർക്കമുള്ള വിഷയത്തിൽ പ്രവാചകനെ വിധികർത്താവാക്കുന്നതുവരെ. ഇനി മൂന്നാമത് ഞാൻ പറയാണ്, എന്തെന്നറിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, എനിക്ക് ഖുർആനല്ലാതെ വഹി വന്നിട്ടുണ്ട്. ആ വഹി വന്ന രൂപവും പ്രവാചകൻ പഠിപ്പിച്ചു. അങ്ങനെ വന്ന വഹയികൾ അള്ളാഹു നിഷിദ്ധമാക്കിയതുപോലെയാണ് സ്വീകരിച്ചോളൊന്നും പഠിപ്പിച്ചു. എങ്കിൽ നമുക്ക് പരിശോധിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആ ഹദീസ്, അത് ഹദീസല്ലേ, അതുകൊണ്ട് സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഇല്ല എന്നാണ്. എങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവരോട് പറയാണ്, ഖുർആൻ കൊണ്ട് തന്നെ തെളിയിക്കാം. എന്ത്? പ്രവാചക തിരുമേനിക്ക് ഖുർആനല്ലാത്ത വേറെയും വഹി വന്നിട്ടുണ്ട് എന്നത് ഖുർആൻ കൊണ്ട് തന്നെ തെളിയിക്കാൻ കഴിയും വിശ്വാസികൾക്ക്, അഹ്ലുസുന്നക്ക്. എന്ത്? തീർച്ചയായും ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചക തിരുമേനിയുടെ അരികിൽ വന്നതെന്നും, മറിച്ച് ഖുർആനിന്റെ പുറത്തുള്ള ഖുർആനിനെ പോലെയുള്ള പ്രമാണമായി സ്വീകരിക്കേണ്ട വേറെയും ചില വഹികൾ പഠിപ്പിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ട് എന്നും സുഹൃത്തുക്കളെ നമുക്ക് ആയത്ത് കൊണ്ട് തന്നെ തെളിയിക്കാം. നോക്കൂ നിങ്ങൾ, അതിലെടുത്തുദ്ധരിക്കാവുന്ന ഒരു വിഷയമാണ് ഒന്ന് ഖുർആനിന്റെ ക്രോഡീകരണം. എന്താ അല്ലാഹു ഖുർആനിന്റെ ക്രോഡീകരണത്തെ പറ്റി പറഞ്ഞത്? ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന, നിശ്ചയം ആ ഖുർആനിന്റെ ക്രോഡീകരണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ സൂറത്തുൽ ഫാത്തിഹ 1 ഇരിക്കട്ടെ, ബഖറ 2 ഇരിക്കട്ടെ, ബഖറയിലെ യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും എന്ന ആയത്ത് 21 ഇരിക്കട്ടെ, സൂറത്തുർ റഹ്മാൻ 55 ഇരിക്കട്ടെ, അവസാന സൂറത്ത് നാസ് ആവട്ടെ, അതല്ലെങ്കിൽ 56 സൂറത്ത് ഹദീദാകട്ടെ. ഇതാര് നിശ്ചയിച്ചതാ? ഇന്ന അലൈനാ ജംഅഹു, നമ്മൾ നിശ്ചയിച്ചതാണ്, റബ്ബ് നിശ്ചയിച്ചതാണ്. എങ്കിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആനല്ലാതെ വേറൊരു വഹയുമില്ല, ഖുർആൻ പഠിപ്പിക്കാനല്ലാതെ ജിബ്രീൽ വന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവർ അവര് പറയട്ടെ, എവിടെ ഒന്നാമത് സൂറത്തുൽ ഫാത്തിഹ വെക്കണമെന്ന നിർദ്ദേശം? എവിടെ വലദ്ദാലീൻ ആമീൻ എന്നത് അവസാനത്തെ ആയത്താകട്ടെ എന്ന നിർദ്ദേശം? എവിടെ ആലു ഇംറാൻ അത് 3ാമത്തെ സൂറത്താകട്ടെ എന്ന നിർദ്ദേശം? എവിടെ 36ാമത് യാസീൻ ആകട്ടെ എന്ന നിർദ്ദേശം? എവിടെ? ഇവരുടെ ക്രമപ്രകാരം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നതുകൊണ്ട് തുടങ്ങേണ്ടി വരും. അതുതന്നെയും ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നതാണ് ആദ്യം ഇറങ്ങിയതെന്ന് ഇവർക്ക് എങ്ങനെ കിട്ടും? കിട്ടുകയില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഖുർആനിന്റെ ക്രോഡീകരണമടക്കം ഖുർആൻ പൊളിക്കാൻ വേണ്ടി ജൂതനുണ്ടാക്കിയ അജണ്ടയ്ക്ക് ദീനാഴത്തിൽ പഠിക്കാത്തവർ അവരുടെ കേവല ബുദ്ധി കൊണ്ട് ചിന്തിച്ചപ്പോൾ കൂട്ടുകെട്ടുകൾ, മഹല്ലുകൾ, സാഹചര്യങ്ങൾ, മതത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മകൾ, അത്തരം കാരണങ്ങൾ കൊണ്ടവർ അത്തരം ഒരു സന്ദർഭത്തിൽ പെട്ടുപോയതാണ്. നേരെ മറിച്ച് നമുക്ക് ഉത്തരവുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന് ഓരോ സൂറത്തിറങ്ങുമ്പോ, ഓരോ ആയത്തിറങ്ങുമ്പോ അത് വെക്കേണ്ട നിർദ്ദേശം വേറെ വന്നിരുന്നു. അതാണ് അലാ ഇന്നി ഊതീതുൽ ഖുർആൻ, ഖുർആൻ കിട്ടിയിട്ടുണ്ട്, വമിസ്ലഹു മഅഹു, അതിന്റെ കൂടെ വേറൊന്നും കിട്ടിയിട്ടുണ്ട് എന്ന യഥാർത്ഥത്തിൽ പഠിപ്പിക്കപ്പെട്ടത്. ഇനി ഖുർആനിന്റെ പുറത്ത് വഹയുണ്ട് എന്നതിന് മറ്റൊരു രേഖ ഞാൻ കൊണ്ടുവരുന്നു. ഖിബ്ല കഅബാലയത്തിലേക്ക് മാറട്ടെ എന്ന ഉത്തരവ് ഖുർആനിലുണ്ട്, ആയത്ത് ഞാൻ ഉദ്ധരിച്ചു. എന്നാൽ ഒരു ദീർഘകാലഘട്ടം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചു,
ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാനുള്ള ഉത്തരവ് ഖുർആനിൽ എവിടെയുണ്ട്? പ്രവാചകൻ വഹയിന്റെ അടിസ്ഥാനത്തിലേ സംസാരിക്കൂ എങ്കിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയണമെന്ന നിർദ്ദേശം വഹിയായി വന്നിട്ടുണ്ട്. ആ വഹി എവിടെ പോയി? ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞോളൂ എന്ന നിർദ്ദേശം ഖുർആനിൽ എവിടെയും നമുക്ക് കാണുക സാധ്യമല്ല. എങ്കിൽ നിർദ്ദേശമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണോ? അല്ല. അതല്ല എന്ന് എങ്ങനെ മനസ്സിലായി? കഅബാലയത്തിലേക്ക് തിരിയാനുള്ള വിധി വന്ന് സ്വഹാബത്ത് കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് നമസ്കാരം തുടങ്ങിയതിന്റെ ശേഷം മക്കത്തുണ്ടായ ചർച്ച, മദീനത്തുണ്ടായ ചർച്ച എന്താ? ഇതാ ഇവനിപ്പോൾ അങ്ങോട്ട് തിരിയാൻ പറഞ്ഞു, ഇനി ഇങ്ങോട്ട് തിരിയാൻ പറയും, വേറൊരിടത്തേക്ക് തിരിയാൻ പറയും. അപ്പൊ അല്ലാഹു ഉത്തരം കൊടുത്തു, വമാ ജഅൽനൽ ഖിബ്ലതല്ലതി കുൻത അലൈഹാ, നിങ്ങളുണ്ടായിരുന്ന ഖിബ്ലയിലേക്ക് നിങ്ങളെ തിരിച്ചത് ഞാനാണ്. ആരാണ്? റബ്ബാണ്. എങ്കിൽ ആ നിർദ്ദേശം എവിടെ ഉണ്ട്? ആ നിർദ്ദേശം അല ഇന്നി ഊതീതുൽ ഖുർആൻ, എനിക്ക് ഖുർആൻ കിട്ടിയിട്ടുണ്ട്. വമിസ്ലഹു മഅഹു, അതുപോലെ വേറൊന്നും കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ കിട്ടി? കാന ജിബ്രീലു യൻസിലു അലൈഹി ബിസുന്ന, ഖുർആൻ കൊണ്ടുവന്ന ജിബ്രീല് സുന്നത്തും കൊണ്ടുവരാറുണ്ടായിരുന്നു എന്നതിൽ നിന്ന് കിട്ടി. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫഇന്നമാ ഹറമ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ഹറാമാക്കിയാലും അല്ലാഹ് ഹറാമാക്കിയതുപോലെ തന്നെയാണ്. മൂന്നാമത്തെ ഒരു പോയിന്റ് കേട്ടോളൂ. തബൂക്ക് യുദ്ധത്തിലേക്ക് ഒരു സംഘം മുനാഫിഖീങ്ങൾ പോയില്ല. അവർ വിചാരിച്ചത് അവര് പെട്ടെന്ന് ഇങ്ങോട്ട് പിന്മാറിയാൽ പ്രവാചക തിരുമേനിയുടെ മനഃശക്തി അത് ബാധിക്കും, സ്വഹാബത്ത് തളരും. തബൂക്കിന്റെ യുദ്ധഭൂമിയിൽ ഇസ്ലാം എന്ന പ്രൗഢമായ മതം അവസാനിക്കും. അവർക്ക് ആ യുദ്ധത്തിന്റെ ശേഷം മദീനയിലെ തെരുവിൽ ആഘോഷമേളങ്ങൾക്ക് തുടക്കമിടാമെന്ന് വിചാരിച്ചവർക്ക് റബ്ബ് കൃത്യമായ ഉത്തരം കൊടുത്തു. വിശ്വാസികൾ വിജയിച്ചു. അവർ തക്ബീർ ധ്വനികൾ മുടക്കി മരുഭൂമി കടന്ന് മദീനയിലേക്ക് എത്തും മുമ്പ് വഴിമധ്യേ ഇറങ്ങിയൊരായത്തുണ്ട്, യഅ്തദിറൂന ഇലൈക്കും ഇദാ റജഅതും ഖുൽ ലാ തഅ്തദിറൂ ലാ തഅ്തദിറൂ ലൻ നുഅ്മിന ലക്കും ഖദ് നബ്ബഅനല്ലാഹു മിൻ അഖ്ബാരിക്കും. എന്താ? നിങ്ങൾ അവിടെ ചെന്നാൽ ഓരോരുത്തർ വന്നിട്ട് ഓരോ ന്യായം പറയും നബിയെ. ഓരോ മുനാഫിക്കും വന്നിട്ട് ശിക്ഷാ നടപടി വരാതിരിക്കാൻ ഓരോ ന്യായം പറയും. നിങ്ങളെ മയ്യത്തും കൊണ്ട് സ്വഹാബത്ത് പോരുന്നവർ വിചാരിച്ചേ. പക്ഷേ നിങ്ങൾ അവരോട് പറയണം, നിങ്ങൾ നുണയൊന്നും പറയണ്ട. ഖദ് നബ്ബഅന അല്ലാഹു മിൻ അഖ്ബാരിക്കും, നിങ്ങളെ പറ്റിയുള്ള എല്ലാ വിവരവും അള്ളാഹു ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. എന്റെ ചോദ്യം, അള്ളാഹുവിന്റെ അറിയിപ്പ് വഹിയായിട്ടാണല്ലോ വരിക. എങ്കിൽ അറിയിച്ചിട്ടുണ്ട് എന്ന അറിയിപ്പ് ഖുർആനിൽ എവിടെ? ഖുർആനിൽ എവിടെയും ആ അറിയിപ്പ് കാണുക സാധ്യമല്ല. എങ്കിൽ അഹ്ലുസുന്നക്ക് ഉത്തരമുണ്ട്. എവിടെയാണ് അറിയിപ്പ്? ഖുർആനിന്റെ കൂടെ മറ്റൊന്ന് കിട്ടിയിട്ടുണ്ട്. ആ മറ്റൊന്ന് കിട്ടിയ വഹിയാണത്. അത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിലുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിന് പുറമെ വഹി വന്നിട്ടുണ്ട് എന്നത് നമുക്ക് കൃത്യമായി ഇതിൽ നിന്ന് മനസ്സിലാകുന്നു. 6 കാര്യങ്ങളിൽ എന്റെ 4ാമത്തെ കാര്യം എന്താ? ഖുർആനിന്റെ വ്യാഖ്യാനമാണ് ഹദീസ് എന്നതാണ്. അല്ലാഹുവിന്റെ കിതാബ് പറഞ്ഞു, വൻസൽനാ ഇലൈക ദിക്റ, നിനക്ക് നാം അദ്ദിക്റിനെ അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. എന്തിന്? ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, ജനങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് അങ്ങവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി. അഥവാ പോസ്റ്റ്മാന്റെ പണിയല്ല, അഡ്രസ്സിലുള്ള കത്ത് കൊണ്ടേ കൊടുത്തു പോരല് ആണ് പോസ്റ്റ്മാന്റെ പണി. അത് വായിച്ചെടുത്ത് വിശദീകരിക്കൽ പോസ്റ്റ്മാന്റെ പണിയല്ല. നേരെ മറിച്ച് പ്രവാചക തിരുമേനിക്ക് ഇത് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഇനി ആ വിശദീകരണം പ്രവാചകൻ എവിടെ നിന്ന് കിട്ടും? സുമ്മ ഇന്ന അലൈനാ ബയാന, ഞാൻ ഖുർആനിനെ അവതരിപ്പിച്ചു, ഞാൻ ഖുർആനിനെ ക്രോഡീകരിച്ചു, ഞാൻ ഖുർആനിനെ പാരായണം ചെയ്തു. സുമ്മ ഇന്ന അലൈനാ ബയാന, ഇനി ഞാൻ തന്നെ നിനക്കത് വിശദീകരിച്ചു തരും. അപ്പോ ഖുർആനിന്റെ വിശദീകരണം ആര് നൽകിയതാ? അല്ലാഹ് നൽകിയതാ. ആ വിശദീകരണം എങ്ങനെ വന്നതാ? അത് ജിബ്രീൽ മറ്റുള്ള വഴികളിലൂടെ വന്നതാ. ഖുർആനിനെ സുന്നത്ത് എങ്ങനെയൊക്കെ വിശദീകരിക്കും? ഖുർആനിനെ സുന്നത്ത് 5 നിലക്ക് വിശദീകരിക്കും. ഒന്ന്, ഖുർആനിന്റെ പൊതുവായ വിശദീകരണം. അല്ല, ഖുർആൻ പൊതുവായി പറഞ്ഞതിനെ സുന്നത്ത് വിശദീകരിക്കും. ബയാനുൽ മുജ്മൽ, ഖുർആൻ പൊതുവായി അങ്ങോട്ട് പറഞ്ഞു പോകും. ഹദീസ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകും. ഉദാഹരണം, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, നിസ്കാരം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സമയം നിശ്ചയിക്കപ്പെട്ടതാണ്. ളുഹ്റിന്റെ സമയമേത്, സുബഹിന്റെ സമയമേത്, അസറിന്റെ സമയമേത്, മഗ്രിബിന്റെ സമയമേത്, ഇശാഇന്റെ സമയമേത് ഖുർആനിൽ നോക്കിയാൽ കിട്ടില്ല. എന്നാലോ ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അഹ്ലുസുന്നയുടെ ഫഖഹാക്കൾ അത് ഭംഗിയായി വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആൻ പറയും, വറക്കഉ മഅ റാക്കിഈൻ, നിങ്ങൾ റുകൂഉ ചെയ്യുന്നവരോടൊപ്പം റുകൂഉ ചെയ്തോളൂ. എന്താ റക്അ? റക്അന്റെ ഭാഷാർത്ഥം വളഞ്ഞു നിന്നേ ഉള്ളൂ. ഇടത്തോട്ട് വന്നു, സൈഡിലേക്ക് വന്നു, ഇങ്ങനെ വന്നു, ഒക്കെ റക്അയാണ്. വൃത്തം പറയാണ്, ഞാൻ ഇങ്ങനെയാണ് റക്അ.
ഹദീസിന്റെ വിശദീകരണം വേണ്ട എന്ന് പറയുന്ന ആളുകൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഒരാൾ പറയാ കുറച്ചുകൂടി ബാക്കിലേക്ക് ആവുമ്പോൾ എന്താ വെച്ചാൽ വേറൊരു ഈ മറ്റേ ഇതിനെ കുറിച്ചൊരു ബാലൻസിങ് കിട്ടും, അതുകൊണ്ട് അതാണ് നല്ലത് എന്നൊരുത്തം പറഞ്ഞു കൊടുക്കുങ്ങള്. നമുക്ക് പറ്റൂല. കാരണം റക്അ എന്ന് പറഞ്ഞാൽ പെരടിയും ചുമലും ഒരേപോലെ ആക്കി മുതുകിലുള്ള ആ കുഴിയിൽ വെള്ളം നിൽക്കാൻ കണ്ട് പ്രവാചകൻ അങ്ങനെ സ്ട്രൈറ്റ് ആയി നിന്ന നൃത്തത്തെയാണ് റക്അ എന്ന് വിശദീകരിച്ച് പഠിപ്പിച്ച് കാണിച്ചത്. അതാണ് ഖുർആൻ പൊതുവായി പറഞ്ഞതിനെ വിശദീകരിക്കാന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ തഖീദുൽ മുത്ലഖ് ഖുർആൻ നിരുപാധികം പറഞ്ഞതിനെ അതിർത്തി വെക്കുക. അസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ അയ്ദിയഹുമാ, കട്ടവന്റെയും കട്ടവളുടെയും കൈ മുറിക്കണം. കൈ എന്ന് പറഞ്ഞാൽ ഈ ഇവിടം മുതൽ ഇവിടം വരെ കയ്യാ. എവിടെ മുറിക്കണം? ഒരു വട്ടം കെട്ടാൽ എവിടെ മുറിക്കണം? പിന്നെയും കെട്ടാൽ എന്ത് ചെയ്യണം? ഇതിന്റെ വിശദാംശ ഹദീസിലുള്ളത്. ഇവിടെയാണ് മുറിക്കേണ്ടത്, ഇല്ലേ? ഇവിടെ അല്ല മുറിക്കേണ്ടത്, ഇവിടെയാണ് മുറിക്കേണ്ടത്. അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു. ആ രീതിയിൽ ഹദീസ് വിശദീകരിക്കും. മറ്റൊന്ന് തഖ്സീസുൽ ആം, പൊതുവായി പറഞ്ഞതിനെ പ്രത്യേകമാക്കും. അല്ലദീന ആമനൂ വലൻ യൽബിസൂ ഈമാനഹും ബിളുൽമിൻ, വിശ്വാസികൾ ആരാണ് എന്ന് ഖുർആൻ വിശദീകരിക്കുന്നു. വിശ്വസിച്ചവരെന്ന് പറയുന്നത് അവരവരുടെ വിശ്വാസവുമായി ഒരിക്കലും ദുൽമിനെ കൂട്ടിക്കലർത്താത്തവരാണ്. ദുൽമിനെ കൂട്ടിക്കലർത്താത്തവരാണ്. അവരാണ് മാർഗദർശനം സിദ്ധിച്ചവർ. സ്വഹാബത്തേക്ക് അയ്യുന ലം യദ്ലിം, നബിയെ ഞങ്ങളിൽ ആരാ ദുൽമ് ചെയ്യാത്തത്? എന്താ വലമാന്ന് പറഞ്ഞാ വളഉ ശൈഇ ഫി ഗൈരി മൗദിഇഹി, ഒരു സാധനം വെക്കേണ്ടാത്ത സ്ഥലത്ത് വെക്കുക. ബെഡ്റൂമിൽ വെക്കേണ്ടാത്തൊരു സാധനം എന്ത് ചെയ്യാ? അവിടെ വെക്കുക. കിച്ചണിൽ വെക്കേണ്ട ഒരു സാധനം ഓഫീസ് റൂമിൽ കൊണ്ടുവന്ന് വെക്കുക. ഭാഷയിൽ എന്താ? ദുൽമാണ്. വീട്ടിലിടേണ്ട ഒരു ഡ്രസ്സ് ഈ കോൺഫറൻസിൽ വന്ന് ഞാൻ പ്രസംഗിക്കുമ്പോട്ടാൽ അത് ഭാഷാർത്ഥത്തിൽ ദുൽമാണ്, അല്ലേ? എങ്കിൽ ഇതൊന്നും ചെയ്യാത്ത ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാ? അവിടുത്തെ ലലമേനെ പ്രവാചകൻ വിശദീകരിച്ചു. അവിടുത്തെ ഉദ്ദേശം ശിർക്കാണ്. അപ്പൊ ഡിക്ഷണറി വെച്ച്, അറബി ഡിക്ഷണറി വെച്ച് ഒരിക്കലും ഇത് വിശദീകരിക്കാൻ പറ്റൂല. ഒരിക്കലും ഇതിനെ നമുക്ക് ഖുർആനെ വിശദീകരിക്കാൻ പറ്റൂല. റസൂലുള്ളാഹി അത് കൃത്യമായി വിശദീകരിക്കുന്നു, പഠിപ്പിക്കുന്നു. നിനക്ക് യഖീൻ ആകും വരെ നീ അള്ളാഹുവിനെ ആരാധിച്ചോ. എന്താ അവിടുത്തെ യഖീന്? ചില കള്ള ഔലിയാക്കൾ സൂഫികൾ നിസ്കരിക്കൂല. എല്ലാരും പള്ളിയിൽ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ മൂപ്പര് നേരെ അബൌട്ട് പുറത്തേക്ക് പോവുക. എന്താ? മൂപ്പർക്ക് യഖീനായിട്ടുണ്ട്, അതുകൊണ്ട് നിസ്കരിക്കണ്ടെന്നാ. ഇവിടുത്തെ യഖീനിന്റെ അർത്ഥം എന്താ? ഇവിടുത്തെ യഖീനിന്റെ അർത്ഥം മുത്ത് റസൂലുള്ളാഹി കാണിച്ചു. മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പത്തെ രാത്രി രണ്ടുപേരുടെ തോളിൽ കൈയിട്ട് മദീന പള്ളിയിൽ വന്ന് തളർന്ന് അവശനായി നിസ്കരിച്ച് തിരിച്ചുപോയി. അഥവാ അവിടുത്തെ യഖീൻ അൽ മൗത്ത്, മരണം വരെ നീ അത് ചെയ്യണം. അപ്പൊ ഇതാരാ വിശദീകരിക്കുക? ഇത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടുത്തെ യഖീൻ ഉറപ്പല്ല, മരണമാണ് ഉദ്ദേശം എന്നത് നമുക്ക് കിട്ടും. മറ്റൊന്ന്, നാലാമത്തെ രീതി തൗളീഹുൽ മുഷ്കിൽ, പ്രയാസമുള്ളതിനെ മനസ്സിലാക്കാൻ പ്രയാസമുള്ളതിനെ ഖുർആൻ ഹദീസ് വ്യക്തമാക്കും. വകുലൂ വശ്റബൂ ഹത്താ യതബയ്യന ലക്കുൽ ഖൈത്തുൽ അബയദു മിനൽ ഖൈത്തിൽ അസ്വദ്, കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂല് വ്യക്തമാകുന്നത് വരെ നിങ്ങൾക്ക് അത്തായം കഴിക്കാം. സ്വഹാബത്ത് ഒരു കാലിൽ കറുത്ത നൂലും മറ്റേ കാലിൽ വെളുത്ത നൂലും കെട്ടി കാത്തിരുന്നു. അപ്പോഴാണ് ഖുർആനിന്റെ ഒന്നുകൂടി ഒരു വിശദീകരണം വന്നത്. മിനൽ ഫജ്ർ എന്നും കൂടി വന്നു. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു, ഇവിടുത്തെ കറുത്ത നൂല് എന്ന് പറഞ്ഞാൽ അത് എന്താ? സവാദുൽ ലൈൽ, രാത്രിയുടെ ഇരുട്ടാണ്. ഇവിടുത്തെ വെളുത്ത നൂല് എന്ന് പറഞ്ഞാൽ അതെന്താ? ബയാഉൻ നഹാർ, പകലിന്റെ വെളിച്ചമാണ്. അപ്പൊ ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതനുസരിച്ച് ഹദീസ് വേണ്ട എന്ന് പറയുന്നവര്, ഹദീസ് പ്രമാണമല്ല എന്ന് പറയുന്നവര്, ഹദീസിനോട് ബഹുമാനമില്ലാത്തവര് ഒരു കാലുമ്മ നൂലും കെട്ടി കാത്തിരിക്കേണ്ടി വരും, അല്ലെ? അവര് കാലുമ്മ നൂലും കെട്ടി കാത്തിരിക്കേണ്ടി വരും. ഇതൊരു ആലങ്കാരിക പ്രയോഗമാണെന്നും ആലങ്കാരിക പ്രയോഗത്തിന്റെ ഹഖീഖിയായ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഇതാണ് എന്നും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അഞ്ചാമത്തെ രീതി എന്താ? തഅ്കീദുൽ ഖുർആൻ, ഖുർആനിനെ ശക്തിപ്പെടുത്തിയുള്ള വിശദീകരണം. അഥവാ ഊഹത്തെ ഒഴിവാക്കുക. നിങ്ങൾ ഊഹത്തെ ഒഴിവാക്കുക എന്ന് ഖുർആൻ പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ഹദീസുകൾ ഉണ്ടാവും. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയിക്കൊണ്ട് ഇങ്ങനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ വളരെ വിശദമായി എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ ഖുർആനിനെ വിശദീകരിക്കും. ആ ഖുർആനിന്റെ വിശദീകരണങ്ങളൊക്കെയും ആര് കൊടുത്തതാ? അള്ളാഹ് കൊടുത്തതാ. അതുകൊണ്ട് ആ വിശദീകരണങ്ങൾ വഹിയാണ്, അഥവാ ഹദീസ് വഹിയാണ്. അപ്പോൾ ഹദീസ് വഹിയാണ് എന്നത് വീണ്ടും നമുക്ക് ഇതിലൂടെ വ്യക്തമാകുന്നു. അഞ്ചാമത്തെ കാര്യം എന്താ അറിയോ? അഞ്ചാമത്തെ കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ സ്നേഹിക്കുക എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂടെ നടന്നു പോകുമ്പോൾ അതേ പറഞ്ഞല്ലോ, എന്റെ ശരീരം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അങ്ങാണ് നബിയെ. പോരാന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നിന്റെ ശരീരത്തെക്കാളും സ്നേഹിക്കണം. ഇടയ്ക്ക് ഞാൻ